ഹായ് ഹലോ മൈത്തൊരു മുമ്പേടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാലിൻ്റെ വീട്ടിലെത്തിയ അലീന ആ വീട്ടിലെ എല്ലാവരെയും സ്നേഹം കൊണ്ട് തൻ്റെ കയ്യിലെടുക്കാണ്. അവളെ കൊല്ലാനെത്തിയ സ്റ്റാലിൻ്റെ അപ്പച്ചനെ പോലും അവൾ കയ്യിലെടുക്കുന്നുണ്ട്. ഒരൊറ്റ നോട്ടത്തിൽ അലീനയെ കണ്ട് അയാൾ പുലി പോലെ വന്നയാൾ എലി പോലെ മടങ്ങിപ്പോവാട്ടോ. അതുപോലെ തന്നെ ഗൗരവക്കാരനായ സ്റ്റാലിനെയും പതിയെ പതിയെ അലീന തൻ്റെ വശത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. വൈജയന്തിയാണ് എപ്പോഴും സ്റ്റാലിൻ കുറ്റപ്പെടുത്തുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നപ്പോൾ താൻ ആക്സിഡൻ്റായി 1 വർഷത്തോളം കോമ സ്റ്റേജിലായിരുന്നു. അവൾക്ക് എന്നെ അന്വേഷിച്ച് വരാമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അലീന പറയും, അമ്മയെ മാത്രം കുറ്റം പറയണ്ട. 1 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും അമ്മയെ അന്വേഷിച്ച് പോകാൻ പപ്പയ്ക്ക് എന്താ തോന്നുന്നത്? നീ എന്നെ ചോദ്യം ചെയ്യാണോ അലീന? ചോദ്യം ചെയ്യല്ല. അച്ഛനും അമ്മയും അറിയാത്ത ഒരുപാട് സത്യങ്ങൾ അതിനുള്ളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട്. നിനക്ക് എന്തറിയാം? വൈജയന്തിക്ക് തന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, എന്നെക്കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നെങ്കിൽ അവൾ എന്നെ അന്വേഷിച്ച് വരില്ലായിരുന്നോ? അതിന് പരിധികളുണ്ടായിരുന്നു. എല്ലാവരും കൂടെ അമ്മയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത് എന്താണെന്ന് പപ്പയ്ക്കറിയാമോ? പപ്പയെ കാണണമെന്ന് വാശി പിടിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് കുഞ്ഞ് നഷ്ടപ്പെട്ടെന്ന് അവരെല്ലാവരും പറഞ്ഞു വിശ്വസിപ്പിച്ചു. മരിച്ചുപോയെന്ന് വൈജയന്തിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചായിരുന്നു. അന്നേരത്ത് സ്റ്റാലിനെ കാണുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച അമ്മയ്ക്ക് മുമ്പിലേക്ക് ഒരു വിവാഹക്കത്താണ് വന്നത്. സ്റ്റാലിൻ്റെയും നാട്ടിലുള്ള ഒരു പെണ്ണുമായിട്ടുള്ള വിവാഹ ക്ഷണക്കത്തിൻ്റെ പ്രിൻ്റാണ് അമ്മ കണ്ടതോടുകൂടെ തന്നെ ചതിച്ചവനെ ഓർത്ത് ഇനി കരയില്ലെന്ന് ശപഥം ചെയ്തു. താൻ എത്രമാത്രം സ്നേഹിച്ചതാണ് എല്ലാം മറന്ന് മറ്റൊരു പെണ്ണിൻ്റെ കാര്യത്തിൽ മിന്നു കെട്ടിയെന്നറിയുമ്പോൾ അമ്മ പിന്നെ എങ്ങനെ ഇരിക്കണം? ആ അച്ഛനെ അന്വേഷിച്ച് വരണോ? അമ്മയെ എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കായിരുന്നു. എന്നാലും അതൊരു ചതിയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്കെന്താ ബുദ്ധിയില്ലേ? സ്റ്റാലിൻ്റെ ചോദ്യങ്ങൾക്കപ്പുറം അലീന പറയുന്നുണ്ട്, പപ്പയ്ക്ക് എപ്പോഴെങ്കിലും അമ്മ അന്വേഷിച്ചു പോകാമായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ യാത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പപ്പ മാറിക്കഴിഞ്ഞിരുന്നല്ലോ. അന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ. അന്വേഷിച്ചു. എനിക്ക് പറ്റാവുന്ന വിധത്തിലെല്ലാം ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം വൈജയന്തിയുടെ വിവാഹം കഴിഞ്ഞെന്നാ ഞാൻ അറിഞ്ഞത്. അവൾ എന്നെ മറന്ന് മറ്റൊരുത്തൻ്റെ കൂടെ സുഖമായി ജീവിക്കുന്നറിഞ്ഞപ്പോൾ പതിയെ ഞാൻ പിൻവാങ്ങി. അതിനുശേഷം എല്ലാവരുടെയും നിർബന്ധപ്രകാരം ഞാൻ മറ്റൊരു വിവാഹം കഴിച്ചത്. അതിലെനിക്ക് 3 മക്കളും ഉണ്ടാകുകയും ചെയ്തു. സന്തോഷത്തോടെയാണോ പപ്പ അവരുടെ കൂടെ ജീവിക്കുന്നത്? അല്ല, ഒരിക്കലും സന്തോഷമല്ല. ആർക്കോ വേണ്ടി ജീവിക്കുന്നു. തൻ്റെ പ്രണയം, തൻ്റെ സ്നേഹമെല്ലാം വൈജയോട് മാത്രമായിരുന്നു. ഒരിക്കലെങ്കിലും അമ്മയെ നേരിട്ട് കാണാൻ പപ്പയ്ക്ക് ആഗ്രഹമില്ലേ? എൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അമ്മയുടെ മുമ്പിൽ കൊണ്ടു നിർത്തി ഇതാണ് നമ്മുടെ മകളെന്ന് പപ്പ പറയണം. വേറെ ആര് പറഞ്ഞാലും അമ്മ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. 3 പേരൊരിച്ച് ഒരുമിച്ചൊരു ഫോട്ടോ, അത് മാത്രം മതി അമ്മയോട് പറയേണ്ടത് പപ്പ മാത്രമാണെന്ന് പറയുമ്പോൾ ആ സമയത്ത് അലീനയുടെ ആഗ്രഹം കേട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട്, ഒരിക്കലും നടക്കില്ല അത്. നീ എൻ്റെ മകളാണെന്നോ? അവളുടെ മുമ്പിൽ ഒരിക്കൽ പോലും ഞാൻ പോകില്ല. അതെന്താ, അമ്മയോട് വെറുപ്പാണോ? നമ്മൾ 3 പേരും ഒരുമിച്ചൊരു ജീവിതം. നീ എന്താ ഭ്രാന്ത് പറയാണോ? വൈജയ്ക്ക് മക്കളില്ലേ? ഭർത്താവില്ലേ? അതൊക്കെയുണ്ട്. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു എന്നുള്ളൂ. അത് സാധിപ്പിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ സ്റ്റാലിന് അലീനയുടെ ചോദ്യം മനസ്സിൽ മുള്ളു പോലെ തറക്കാണ്. അപ്പം അപ്പയ്ക്ക് എന്തുകൊണ്ടാ അമ്മയെ ഒരിക്കലെങ്കിലും കാണാൻ ശ്രമിക്കാനത്? ആ ഒരു ചോദ്യമുണ്ട്. താൻ ചെയ്തു പോയത് തെറ്റായോ? വൈജിയെ നേരിട്ട് കാണണമായിരുന്നു. അവളോട് സംസാരിക്കണമായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് താങ്കൾ 2 പേരെയും ചതിക്കുമായിരുന്നു. വൈജിക്ക് അറിയില്ല അന്ന് പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്ന്. അവൾ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നു ആ കുഞ്ഞിനെ കാണാൻ. പാവം, അവളോട് എന്തുമാത്രം ചതിയാണ് കാണിച്ചത്. പ്രസവിച്ച കുഞ്ഞിൻ്റെ മുഖം പോലും കാണിക്കാതെ അതിനെ അനാഥയത്തിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കുഞ്ഞു മരിച്ചുപോയെന്ന് പറഞ്ഞിരിക്കുന്നു. അതൊക്കെ വലിയ ചതിച്ചെന്നല്ലേ അവളുടെ ആങ്ങളമാരും തൻ്റെ അനിയന്മാരും തൻ്റെ പപ്പയെല്ലാവരും കൂടെ ചേർന്നാണ് ഈ വലിയ ചതി തങ്ങളോട് ചെയ്തെന്ന് സ്റ്റാലിൻ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റാലിൻ പാലയിലേക്ക് എന്തോ ഒരാവശ്യത്തിനായിട്ട് പോവാണ്. പറ്റിയാൽ വൈജയെ കാണണം. വൈജ ഇപ്പോൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അലീന പറഞ്ഞ അറിവുണ്ടാവും. അങ്ങനെ സ്റ്റാലിൻ അവിടേക്ക് ലക്ഷ്യമാക്കി പോവാണ്. ആ ഒരു സമയത്ത് വഴിയോരത്ത് സ്റ്റാലിന് കാണുന്നുണ്ട് കാറിൽ നിന്നിറങ്ങി ഒരു സ്ത്രീ സംസാരിക്കുന്നത്. അത് മറ്റാരും ആയിരിക്കില്ല, വൈജയായിരിക്കും. വളരെ ദേഷ്യത്തിൽ സ്കൂട്ടിൽ വന്ന ഒരു പെൺകുട്ടിയോട് സംസാരിക്കുക. നിനക്കെന്താടി ബബിതെ, കണ്ണ് കാണില്ലേ? നീ എന്തിനാ എൻ്റെ പുറകെ ഹോൺ അടിച്ചുകൊണ്ട് വരുന്നത്? നിനക്ക് എന്തിൻ്റെ കേടാ? അമ്മേ
അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അമ്മ ഫോൺ എടുത്തില്ലായിരുന്നു, അത് തരാനാ വന്നത്. ഓ അതിനാണോ? എന്നാലും നീ ഇങ്ങനെ പുറകെ വരണ്ട, ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. അത് വൈജിയാണല്ലോ എന്നോർത്ത് സ്റ്റാലിൻ ഗ്ലാസ് താഴ്ത്തി നോക്കുന്നുണ്ട്. വൈജ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടുമോ? അലീന പറഞ്ഞത് എത്ര ശരിയാണ്. വൈജയ്ക്ക് ഭയങ്കര ദേഷ്യമാണ് സ്വന്തം മക്കളോട് പോലും എന്ന് പറഞ്ഞ് അവളെ ഒരിക്കലും ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. അവൾക്ക് ദേഷ്യപ്പെടാൻ അറിയുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത്രയും സ്നേഹത്തോടെയാണ് അവളുടെ കണ്ണുകളിലും മുഖത്തും എല്ലാം ഒരു തരം സ്നേഹമായിരുന്നു. അതെല്ലാം ഓർത്തോണ്ട് സ്റ്റാലിൻ വൈജിയെ നോക്കാണ്. ഈ ഒരു അവസ്ഥയിൽ എന്നെ കണ്ടാൽ എന്നെ ദഹിപ്പിച്ച് കളയും, അത്രയും അഗ്നിയായി ജ്വലിക്കാണ് സ്വന്തം മകളോട്. അങ്ങനെ ബബിത ഫോണ് കൊടുത്ത് അങ്ങ് പോകുന്നുണ്ട്. വൈജിയാണെങ്കിലോ നേരെ പോകുന്നത് ബാങ്കിലോട്ടാണ്. അവളുടെ കാറിന് പുറകിലായിട്ട് സ്റ്റാലിൻ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാർ പാർക്ക് ചെയ്ത് വൈജയന്തിയാണെങ്കിലോ അവിടെ സെക്യൂരിറ്റിക്കാരനോടും തട്ടിക്കയറുന്നത് സ്റ്റാലിൻ കാണാം. എൻ്റെ അമ്മോ എന്തൊരു ദേഷ്യമാണിത്, ഇത് വൈജി തന്നെയാണോ? എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയതായിരിക്കും. എല്ലാ പുരുഷന്മാരോടും ഒരടക്കം അമർഷമാണ് അവൾക്ക്. ഞാൻ ചതിച്ചു, ഞാൻ വലിയ ചന്തിയവനാ അവളുടെ കൺമുമ്പിൽ. അതായിരിക്കും അവളിങ്ങനെ മാറ്റിമറിച്ചത്. അങ്ങനെ വൈജ തൻ്റെ ക്യാബിലിരുന്ന് ജോലി ചെയ്യണ സമയത്താണ് മേഡത്തെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. ബാങ്കിലോട്ടോ? എന്നെ കാണാൻ ആരാ? പേര് പറഞ്ഞില്ല, പക്ഷെ ഒരു പുരുഷനാണ്. വരാൻ പറയൂ. അങ്ങനെ സ്റ്റാലിൻ തൊപ്പിയും മാസ്കെല്ലാം ധരിച്ചുകൊണ്ടാണ് വൈജയുടെ മുമ്പിലേക്ക് വരുന്നത്. ആരാ? എന്തിനാ വന്ന്? വല്ല ലോൺ ആപ്ലിക്കേഷനുമാണോ? അങ്ങനെ തൻ്റെ കയ്യിലുള്ള ഒരു ഫോം കൊടുക്കുന്നുണ്ട്. അത് ഫോം വായിച്ച് തലയുയർത്തി വൈജ നോക്കുന്നുണ്ട്. ആ ഒരു ഫോമിൽ തന്നെ വൈജയോട് പറയാനുള്ള സ്റ്റാലിൻ്റെ ഒരു ലെറ്റർ ആയിരിക്കും കേട്ടോ. വൈജ നെട്ടലോടെ സ്റ്റാലിൻ്റെ മുഖത്തേക്ക് നോക്കുക. തൻ്റെ മുഖത്തുള്ള മാസ്കും തൊപ്പിയും മാറ്റി മാറി അവർ പരസ്പരം നോക്കുന്നുണ്ട്. കഴിഞ്ഞ 24 വർഷങ്ങൾക്ക് ശേഷം പരസ്പരം അവർ രണ്ടുപേരും കണ്ടുമുട്ടാണ്. സ്റ്റാലിനെ കണ്ടതോടുകൂടെ കണ്ണിൽ തീപ്പാറി അവളെ തന്നെ നോക്കുക. നിങ്ങളെന്തിന് ഇങ്ങോട്ട് വന്നു? 24 വർഷം നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങളെ കാണാതെ എനിക്ക് അറപ്പും വെറുപ്പാണ്. ഏത് പുരുഷന്മാരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് നിങ്ങളാ എന്നെ പഠിപ്പിച്ചത്. നിങ്ങളെപ്പോലെ ഒരു ചതിയൻ ഈ ഭൂലോകത്തില്ല, ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ടിൽ കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം ശബ്ദം കേട്ട് എല്ലാവരും എണീക്കുമ്പോൾ ആ സമയത്ത് വൈജ ഒന്നടങ്ങുന്നുണ്ട്. മിസ്റ്റർ സ്റ്റാലിൻ, നിങ്ങളെനിക്ക് കാണാൻ താല്പര്യമില്ല. ഈ ഒരു ലോകത്ത് ആരെയാണോ ഞാൻ കാണരുതെന്ന് ആഗ്രഹിച്ചത് അത് നിങ്ങളെ മാത്രമാണ്. നിങ്ങളോട് എനിക്ക് വെറുപ്പാണ്. ഈ ലോകത്ത് ഞാൻ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രമാണ്. ഒരിക്കലും ഞാൻ കാണരുതെന്ന് ഞാൻ കരുതിയിരുന്നു. എൻ്റെ ഇങ്ങനെ ആവാനുള്ള കാരണം നിങ്ങളാ. ഓരോ നിമിഷവും കുറ്റബോധം കൊണ്ട് നേറിയ ഞാൻ ജീവിക്കുന്നത്. എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? വൈജയന്തി അഡ്ഹാസത്തോടെ ചോദിക്കുമ്പോൾ സ്റ്റാഫുകളെല്ലാം എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അവൾ തൻ്റെ ബാഗും കാറിൻ്റെ കീ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോവാണ്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. അവിടേക്ക് വന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, എന്താ സാർ, എന്ത് പറ്റി? അതൊരു പേഴ്സണൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞ് സ്റ്റാലിനും പുറത്തേക്ക് പോവാണ്. വൈജ നിക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കാനാ ഞാൻ ഇത്രയും ദൂരം വന്നത്. സംസാരിക്കാൻ ഇതിനു മുമ്പേയും നിങ്ങൾക്ക് വരാമായിരുന്നല്ലോ. അന്ന് നിങ്ങൾ വന്നില്ല, നിങ്ങൾ എന്നെ ചതിച്ചു കളഞ്ഞു. ഇപ്പോൾ പ്രായമായപ്പോൾ നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ? ഇപ്പം നിങ്ങൾ എന്താണ് വന്നത്? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. അത് പറഞ്ഞിട്ടേ ഈ സ്റ്റാലിൻ പോവുള്ളൂ. നിനക്ക് ഈ സ്റ്റാലിൻ്റെ സ്വഭാവം അറിയാലോ. ഒരു കാര്യം തീരുമാനമെടുത്താൽ പിന്നെ അത് ചെയ്തു തീർത്തിട്ടേ ഈ സ്റ്റാലിൻ എവിടേക്ക് പോവുള്ളൂ. എന്നാലേ വൈജയ്ക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇപ്പം എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് മക്കളുണ്ട്. പഴയ പ്രണയിച്ച് നടന്ന വൈജയും സ്റ്റാലിനല്ല, ആഗ്രയിലെ താജ്മഹലിൻ്റെ മുമ്പിൽ കളിച്ചു തിരിച്ച് നടന്ന വൈജയല്ലേത്. അത് ഓർമ്മ വേണം. വൈജയെ ഇങ്ങനാക്കിയത് നിങ്ങൾ ഒറ്റൊരുത്തനാ. വൈജ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. പക്ഷേ വൈജ, നിന്നോട് സംസാരിക്കാതെ ഞാൻ പോവില്ല. ഞാൻ നിൻ്റെ വീട്ടിൽ കയറി വരും. ഞാൻ ആരാണെന്ന് നിൻ്റെ മക്കളോട് എല്ലാവരോടും എനിക്ക് പറയേണ്ടി വരും. ഓഹോ, ഭീഷണിയാണോ? ഭീഷണിയായിട്ട് നീ എന്നെ കൂട്ടല്ലേ. നീ എന്നെ ഒരു ശത്രുവിനെ പോലെ കാണല്ലേ. എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ നിൻ്റെ മുന്നിലേക്ക് വന്നില്ല, അത് തെറ്റായിരുന്നു. പക്ഷേ അതിൻ്റെ കാരണം നീ അന്വേഷിച്ചോ? എന്നെ കൊല്ലാക്കൊല ചെയ്ത് നിൻ്റെ ഏട്ടന്മാരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ മരിക്കാറായി ആക്സിഡൻറ്റിൽപ്പെടുത്തി എന്നെ ഹോസ്പിറ്റലാക്കിയിരുന്നു. അന്ന് നീ മറന്നുപോയോ? അത് കേട്ടതും വൈജാകെ ഷോക്കടിച്ച് നിൽക്കുന്നുണ്ട്. ബാക്കി കേൾക്കാനായിട്ട് അവൾക്ക് ആഗ്രഹം തോന്നി. തന്നെ ചതിച്ചത് ആരാണെന്ന് തനിക്കറിഞ്ഞേ മതിയാവൂ. താൻ ഇനി ഒരിക്കലും ചതിക്കപ്പെടാനാവില്ല. അങ്ങനെ സ്റ്റാലിനൊന്ന് നോക്കിയിട്ട് കാർ എടുത്തിട്ട് വൈജ അവിടുന്ന് പോകുമ്പോൾ അവളുടെ കാറിന് പുറകെയായിട്ട് തന്നെ സ്റ്റാലിൻ പോകുന്നുണ്ട്. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തായിട്ട് വൈജ കാറ് നിർത്താണ്. സ്റ്റാലിനും കാർ ഒതുക്കി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം വൈജക്കരികിലേക്ക് വരാം. വൈജ തൻ്റെ കാറിൽ ചാരി ഇരിക്കുന്നുണ്ട്. എന്താ സ്റ്റാലിൻ ജോസഫിന് എന്നോട് പറയാനുള്ളത്?
കടുത്ത മുഖത്തോടെ അവൾ ചോദിക്കുന്നത് കേട്ട് സ്റ്റാലിൻ പറയും, വൈജ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നീ എന്താ ഇങ്ങനെ ഇത്രയ്ക്ക് ദേഷ്യം, നിനക്ക് ദേഷ്യപ്പെടാൻ അറിയുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അറിയുന്ന വൈജയെ അല്ല, അതെ നിങ്ങളറിയുന്ന വൈജയല്ല, നിങ്ങൾ എന്നെ മാറ്റി എന്നെ ഇങ്ങനെ ആക്കിയതിന് ഒരേ ഒരു കാരണക്കാരം നിങ്ങൾ മാത്ര. നിങ്ങളോട് വൈജയ്ക്ക് ക്ഷമിക്കാനാവില്ല, ഈ ജന്മത്ത് ക്ഷമിക്കാനാവില്ല. ഞാൻ പറയുന്നതൊന്ന് കേട്ടിട്ട് നീ ക്ഷമിക്കോ അല്ലയോ എന്തെങ്കിലും ചെയ്യേ, പക്ഷേ എനിക്ക് നിന്നോട് പറയാനുണ്ട്. അന്ന് ഞാൻ അവിടുന്ന് ആഗ്രയിലെ വാടക വീട്ടിൽ നിന്നെ താമസിപ്പിച്ച് നാട്ടിലേക്ക് വന്നല്ലോ. ആ സമയത്ത് എല്ലാം എന്ത് വന്നാലും നിന്നെ തന്നെ താലി കെട്ടു എന്ന് പറഞ്ഞ് ആഗ്രയിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചത്. 3 മാസമാണ് കോമ സ്റ്റേജിൽ ഞാൻ കിടന്നത്. ബെഡിൽ നിന്ന് എണീക്കാനായപ്പോഴേക്കും 1 വർഷം കഴിഞ്ഞു പോയിരുന്നു. എനിക്കതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നിന്നെക്കുറിച്ച് ഞാൻ പലവട്ടം എല്ലാവരെയും അന്വേഷിച്ചു. എൻ്റെ അനുജന്മാർ നിന്നെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നീ പ്രസവിച്ചെന്നും ആ കുഞ്ഞ് മരിച്ചുപോയെന്നാ എനിക്ക് വിവരം കിട്ടിയത്. പിന്നെ ഏതോ ഒരുത്തനുമായി നിന്റെ വിവാഹം കഴിഞ്ഞെന്ന് എൻ്റെ ഫോഴ്സ് ഉപയോഗിച്ച് ഞാൻ നിന്നെക്കുറിച്ച് അന്വേഷിച്ചില്ലെന്നാണോ നീ കരുതിയത്? മിണ്ടരുത്, നിങ്ങളൊരു ചതിയനാ. എൻ്റെ വീട്ടിൽ നിങ്ങൾ ഒരു പെണ്ണിൻ്റെ കാര്യത്തിൽ മിന്നുകെട്ടുന്ന ക്ഷണക്കത്ത എനിക്ക് കൊണ്ടുവന്നത്. അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാവുമോ? എന്നെ നിങ്ങൾ ഉപയോഗിച്ച് ഗർഭിണിയാക്കി എല്ലാവരുടെ മുമ്പിൽ നാണം കെടുത്തി. നിങ്ങളെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാട്ടോ. ഇല്ല വൈജെ, ഒരിക്കലും ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ ഇതൊന്നും അറിയില്ല. 1 വർഷക്കാലമാണ് ഞാൻ ഇങ്ങനെ കോമ സ്റ്റേജിൽ കിടന്നത് എന്നെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വൈജയ്ക്ക് തൻ്റെ കൂടപ്പിറപ്പുകളും അച്ഛനും ചെയ്ത ചതിയോർത്ത് നെഞ്ച് പൊട്ടിക്കരയാണ് കേട്ടോ. സ്റ്റാലിൻ പറഞ്ഞ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ മുള്ളു പോലെ കൊള്ളുക. അതിനുശേഷം വൈജയോട് സ്റ്റാലിൻ പറയുന്നുണ്ട്, അന്ന് എല്ലാവരും കൂടെ മരിച്ചെന്ന് നമ്മളെ വിശ്വസിപ്പിച്ച നമ്മുടെ മോളെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് വൈജയ്. ആ സത്യം നീ അറിയണം, നീ അറിയാതെ പോവരുത്. അത് നിന്നോട് ചെയ്യുന്ന വളരെ ക്രൂരമാണ്. നമ്മുടെ മോൾ ജീവിച്ചിരിപ്പുണ്ടെന്നോ? അതെ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ കൂടുതലൊന്നും ഇപ്പം നീ എന്നോട് ചോദിക്കരുത്. എവിടെ എൻ്റെ മോള്? അത് നീ എന്നോട് ചോദിക്കരുത്. പക്ഷേ അന്ന് മരിച്ചു പോയെന്ന് എല്ലാവരും പറഞ്ഞ നമ്മുടെ മോളെ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട്. അവൾ സുരക്ഷിതമായിട്ടൊരിടത്തുണ്ട്. നീ വിഷമിക്കരുത്. എന്നെ ചതിച്ചതപ്പോൾ ആരാ? എൻ്റെ ഏട്ടനും എൻ്റെ ഏട്ടന്മാരും തൻ്റെ അച്ഛനാണെന്നോർത്ത് വൈജ കാറെടുത്ത് ഒരു പോക്ക് പോകുന്നുണ്ട് കേട്ടോ. പല വണ്ടികളിൽ ഇടിക്കാൻ പോകുന്നുണ്ടെങ്കിലും നിയന്ത്രണിച്ചുകൊണ്ട് തന്നെ വല്ല അപകടമില്ലാതെ വൈജ വീട്ടിലെത്തുക. നേരെ പോകുന്നത് കൊല്ലപ്പള്ളിയിലേക്കാണ്. അമ്മയുടെ മുമ്പിൽ വന്ന് അവൾ പൊട്ടിക്കരയുന്നുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഈ വൈജയെ വിഡ്ഢിയാക്കുമായിരുന്നല്ലേ? എന്താ മോളെ എന്താ? അന്ന് സ്റ്റാലിനും ഞാനുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. എൻ്റെ കുഞ്ഞെവിടെ? എൻ്റെ കുഞ്ഞ് മരിച്ചുപോയെന്ന് നിങ്ങളെല്ലാവരും പറഞ്ഞു. എനിക്കിനി കുറച്ച് പേരെ കാണും. അങ്ങനെ തേട്ടന്മാരെല്ലാം മുമ്പിൽ വെച്ച് വിചാരണ ചെയ്യുന്നുണ്ട്. അന്ന് തനിക്ക് പറ്റിയ ഇതേക്കുറിച്ചും തന്നെ ചതിച്ചവരെക്കുറിച്ച് ശത്രുവിനെ പോലെയാണോ വൈജ കാണുന്നത്? വൈജെ, ഇപ്പം നിനക്കൊരു കുടുംബമുണ്ട്. അതൊക്കെ കഴിഞ്ഞു പോയ കഥകളല്ലേ? എങ്ങനെ കഴിഞ്ഞു പോയ കഥകളായി? നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ചതിക്കുമായിരുന്നില്ലേ? എൻ്റെ മോളെവിടെ? അന്ന് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അനാഥ ഏൽപ്പിച്ചു. എന്നാൽ അത് അലീനയാണെന്ന കാര്യം പറയുന്നില്ല കേട്ടോ. ആ സമയം അലീനയാണെന്ന് പറഞ്ഞാലും ഒരിക്കലും വൈജത് വിശ്വസിക്കാനും പോകുന്നില്ല. എനിക്കെൻ്റെ മോളെ കാണാം. സ്റ്റാലിൻ്റെ നമ്പർ പോലും വാങ്ങിയില്ലല്ലോ. അന്നേരത്താണ് വൈജ ഓർക്കുന്നത്, എൻ്റെ മോൾ എവിടെയാണെങ്കിലും എനിക്ക് കണ്ടെത്തിയാൽ മതിയാവും. അങ്ങനെ വൈജ എല്ലാവരോടും യുദ്ധത്തിനൊരുങ്ങാൻ കേട്ടോ. സ്വന്തം മക്കൾ പോലും അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും വൈജക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ. താൻ ഒരുപാട് സ്നേഹിച്ച തൻ്റെ മകളെ കാണാൻ ആഗ്രഹിച്ച അതുപോലെ മറ്റൊരു മക്കൾ തൻ്റെ വയറ്റിൽ പിറന്നിട്ടില്ല. അത്ര ഇഷ്ടക്കായിരുന്നു കേട്ടോ വൈജക്ക് ആ ഒരു കുഞ്ഞിനോട് തന്നെ. അത്രയും ആ ഒരു സമയത്താണല്ലോ സ്റ്റാലിൻ അവൾ ആ പ്രണയത്തിലിരിക്കുന്ന സമയത്താണല്ലോ അലീനയെ ഗർഭം ധരിക്കുകയും അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ് അത്രയും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അലീനയാണ് തൻ്റെ മകളെന്ന് വൈജയ്ക്ക് അറിയില്ല. ഒരു മകൾ ജീവിച്ചിരിപ്പോഴെന്ന് സ്റ്റാലിൻ അവളെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിനും വൈജയും 24 വർഷങ്ങൾക്ക് ശേഷം പരസ്പരം കാണുന്ന ഒരു അടിപൊളി എപ്പിസോഡൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ബാക്കി സ്റ്റോറി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.